ഓം നമ ശിവായ. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ നല്ല സൗന്ദര്യമുള്ളവരും നല്ല പാണ്ഡിത്യമുള്ളവരും ശാസ്ത്ര വിഷയങ്ങളോട് നല്ല താല്പര്യമുള്ളവരും സത്യസന്ധതയുള്ളവരും പരോപകാരം ചെയ്യുന്നവരും ദാനം ചെയ്യുന്നവരും നല്ല പ്രതാപമുള്ളവരും ആയിരിക്കും. തിരുവോണം പുരുഷയോനി നക്ഷത്രവും നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് സ്ത്രീരാശിയായ മകരം രാശിയിലും ആണ്. ആയതിനാൽ ഇവരുടെ ജീവിതത്തിൽ ഉടനീളം ഈ വിരുദ്ധത നിഴൽ വീഴ്ത്തുകയും ചെയ്യും. കാര്യങ്ങളെ പുരുഷോചിതമായി നേരിടണമോ സ്ത്രീകളെപ്പോലെ പിൻവലിയണമോ എന്ന സംശയം ഇവർക്ക് തന്നെ ഉണ്ടാകുന്നതാണ്. ചിലപ്പോൾ ഏത് കാര്യവും നല്ല തൻ്റെടത്തോടുകൂടി നേരിടുകയും എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ താൻ ഇതിനൊന്നും ഇല്ലെന്ന് പറഞ്ഞ് പിൻവലിയുന്നതും ഈ നാളുകാരിൽ കാണാൻ കഴിയും. പരോപകാരവും ദീനതയും ഒക്കെ ഉണ്ടാകുമെങ്കിലും മകരം രാശി ശനിയുടെ സ്വക്ഷേത്രവും ചൊവ്വയുടെ ഉച്ചക്ഷേത്രവും ആകയാൽ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മുറ്റി നിൽക്കുന്നത് കഠിനതയും നിർദ്ദയത്വവും തന്നെയല്ലേ എന്ന് അടുത്തിടപഴകുന്നവർക്ക് തോന്നിപ്പോകും. ചെറിയ ദുഃഖങ്ങളെപ്പോലും വലുതാക്കി കാണുന്നവരാണ്. ഏത് ക്ലേശങ്ങളെയും പുഞ്ചിരിയോടുകൂടി നേരിടുന്നവരുമാണ്. വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ വന്നാൽ പോലും ഇവരുടെ ലോക പരിചയവും ഇവർ സ്വയം പഠിച്ചു നേടിയ അറിവുകളും ഇവരെ ഏത് ആൾക്കൂട്ടത്തിലും തലയുയർത്തി നിൽക്കാൻ പര്യാപ്തമായിരിക്കും. മറ്റുള്ളവർ കീറാമുട്ടിയെന്നോ അഴിയാ കുരുക്ക് എന്നോ ഒക്കെ കരുതുന്ന കാര്യങ്ങൾ ഇവർ വളരെ നിഷ്പ്രയാസം പരിഹരിക്കുന്നത് കാണാൻ കഴിയുന്നതാണ്. ഈ നാളുകാരുടെ നക്ഷത്രനാഥൻ ചന്ദ്രൻ ആകയാൽ ചന്ദ്രനെ പോലെ വൃദ്ധി ക്ഷയങ്ങൾ ഈ നക്ഷത്രക്കാർക്കും സംഭവിച്ചുകൊണ്ടിരിക്കും. ഭാഗ്യ നിർഭാഗ്യങ്ങളും ഉണ്ടാകും. അധ്യാപനത്തിലും പ്രസംഗകലയിലും ഇവർ വളരെ നന്നായി ശോഭിക്കുകയും ചെയ്യും. കലാഹൃദയവും നല്ല സൗന്ദര്യബോധവും ഉള്ള ഇവർ മധ്യവയസ്സിൽ നല്ല നേട്ടങ്ങൾ കൊയ്യുന്നവരായിരിക്കും. മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ. ഓം നമ ശിവായ.